ഒക്ടോബർ 29 ബഹ്റിൻ വാർത്തയുടെ നൈറ്റ് അപ്ഡേറ്റ്സ്. ലോകത്തെല്ലായിടത്തുമായി പ്രചരിക്കുന്ന പല വിധത്തിലുള്ള ഡിജിറ്റൽ ഓൺലൈൻ തട്ടിപ്പുകളുടെ ഏറ്റവും വലിയ പ്രായോഗിക കേളി രംഗമായി മാറിയിരിക്കുന്നു ബഹ്റിനും ബഹ്റിനിലെ മലയാളികളും. നിരവധി കേസുകളാണ് ഞങ്ങളുടെ മുന്നിൽ ഇരയാക്കപ്പെട്ടവരുടെ ഭാഗത്തു നിന്ന് വന്നുകൊണ്ടിരിക്കുന്നത്. എത്രയൊക്കെ പറഞ്ഞാലും അത് കേട്ടിട്ടില്ല എന്ന മട്ടിൽ വീണ്ടും ചെന്ന് കുടുക്കിൽ വീഴുന്ന ആളുകൾ, അതും മലയാളികൾ. ഒത്തിരി ബുദ്ധിയുണ്ടെന്നും ഇത്തരം കാര്യങ്ങളൊക്കെ നന്നായിട്ട് മനസ്സിലാക്കാനുള്ള പ്രജ്ഞയുണ്ടെന്നും അഭിമാനിച്ച് അഹങ്കരിച്ചിരിക്കുന്ന നമ്മൾ മലയാളികൾക്കാണ് ഇങ്ങനെയുള്ള തട്ടിപ്പിന് വിധേയരാകാനുള്ള ഗതികേട് വന്നിരിക്കുന്നത് എന്ന കാര്യം പ്രത്യേകിച്ചറിയണം. എണ്ണി എണ്ണി പറയാൻ ബഹ്റിൻ വാർത്തയുടെ ഡെസ്കിൽ വന്നു ചേർന്നിരിക്കുന്നു നിരവധി കേസുകൾ. ചെറിയ കാശ് പോയത് മുതൽ വലിയ ശമ്പളത്തുക മൊത്തം പോയതുവരെയുള്ള മലയാളികളുടെ ദുരനുഭവങ്ങളാണ് വന്നുകൊണ്ടിരിക്കുന്നത് എന്നുള്ളത് കൊണ്ട് തന്നെ നിങ്ങൾ വളരെ ശ്രദ്ധിക്കണം. ബഹ്റിനിൽ ഒരു ദിനാറിന്റെ വില എന്താണെന്ന് മനസ്സിലാക്കി വരുമ്പോൾ നമ്മുടെ കയ്യിൽ നിന്ന് അത് നഷ്ടപ്പെട്ടു പോകുന്നൊരു സാഹചര്യം ഉണ്ടാകരുത്. ഈ കാലഘട്ടം ഏതാണെന്ന് ഓർമ്മയിൽ വേണം. എന്തെങ്കിലും പ്രലോഭനങ്ങളുമായി ആരെങ്കിലും വരുമ്പോൾ അതിലേക്ക് കാശ് കൊടുക്കാനോ അത് വാങ്ങാനോ ശ്രമിക്കുകയോ ഒന്നും ചെയ്യാതെ നിങ്ങളെ രക്ഷപ്പെടുത്താൻ വേണ്ടി നിങ്ങൾക്കൊരു കുഴപ്പമുണ്ട്, അതിന്റെ OTP തരാം എന്നൊക്കെ പറഞ്ഞു വരുമ്പോൾ അത് തിരിച്ചു കൊടുക്കാൻ കാണിക്കുന്ന മനസ്സുമായി നിൽക്കുന്ന ആളുകൾ വളരെ ശ്രദ്ധിക്കുക, കുരുക്കിലേക്ക് വീഴുകയാണ്. അതായത് ഒരാൾ വിളിച്ചു പറയുന്നു, അത് ബഹ്റിൻ നമ്പർ എന്നാണ് വിളിക്കുന്നത്, വിവ ഫോൺ നമ്പർ എന്നാണ് വിളിക്കുന്നത്, ബൈ മിസ്റ്റേക്കിൽ ഒരു OTP നിങ്ങളുടെ ഫോണിലേക്ക് വന്നു, അതൊന്ന് തിരിച്ചു തരൂ പ്ലീസ്. നല്ല രീതിയിൽ സംസാരിക്കുകയാണ്. ഉടനെ അദ്ദേഹത്തിന് എന്തെങ്കിലും ബുദ്ധിമുട്ട് വന്നതായിരിക്കും, നമ്പർ മാറിപ്പോയതായിരിക്കും, അങ്ങനെ ഇങ്ങോട്ട് എൻ്റെ ഫോണിലേക്ക് വന്നതായിരിക്കുമെന്ന് കരുതി ആ OTP അല്ലെങ്കിൽ ആ വെരിഫിക്കേഷൻ കോഡ് നമ്മൾ പറഞ്ഞു കൊടുക്കുന്നു. അപ്പോൾ തന്നെ പോയി മലയാളിയുടെ കയ്യിൽ നിന്ന് 1600 ബഹ്റിൻ ദിനാർ ബാങ്കിലുണ്ടായിരുന്നത് ഒലിച്ചുപോയി, വലിച്ചു കൊണ്ടുപോയി. അങ്ങനെ നഷ്ടപ്പെട്ടു ആ 1600 ദിനാർ. അതൊരു കേസ്. ഇത് ഇന്നലെ നടന്ന കാര്യമാണ്. ഇന്നലെ തന്നെ ശമ്പളം കിട്ടിയ മറ്റൊരു മലയാളി ജീവനക്കാരൻ, അദ്ദേഹത്തിന് വിളിയും വന്നില്ല, മെസ്സേജും വന്നില്ല, OTP ചോദിച്ചുകൊണ്ടുള്ള ആരും അന്വേഷിച്ചതുമില്ല. അദ്ദേഹത്തിന് ശമ്പളം വന്നത് കുറച്ച് കഴിയുമ്പോൾ മെസ്സേജ് വരുന്നു, ഇന്ന നമ്പറിൽ നിന്ന് ട്രാൻസ്ഫർ നടന്നിട്ടുണ്ട്, നിങ്ങളുടെ 1200 ബഹ്റിൻ ദിനാർ ട്രാൻസ്ഫർ ചെയ്തിട്ടുണ്ട് എന്നുള്ള അർത്ഥത്തിൽ പറയുന്നു. ശമ്പളമടക്കം ഉണ്ടായിരുന്ന കാശെല്ലാം കൂടി അത് പോയി. ബാങ്കിൽ അന്വേഷിക്കുമ്പോൾ പറയുന്നു, ഇത് എവിടേക്കാണ്, ആരാണ് ട്രാൻസ്ഫർ ചെയ്തതെന്ന് കണ്ടുപിടിക്കാം. അപ്പോൾ ഒരു നമ്പർ കിട്ടി. ആ നമ്പറിൽ പലവട്ടം വിളിച്ചു നോക്കി. ആദ്യമൊന്നും ഫോൺ എടുക്കുന്നില്ല. പിന്നീട് വിളിച്ചപ്പോൾ പറയുന്നു, അതെ ഞങ്ങളെടുത്തു, ഇനിയും എടുക്കും എന്ന് അല്പം ഹിന്ദിയും ഇംഗ്ലീഷും ഒക്കെ കലരുന്ന രൂപത്തിൽ സംസാരം കേൾക്കുന്നു. വെല്ലുവിളിക്കുകയാണ്, നിങ്ങളുടെ കാശ് ഇനിയും ഞങ്ങളെടുക്കും, നിങ്ങൾ ചെയ്യാവുന്നത് ചെയ്യൂ. ഇങ്ങനെ പറഞ്ഞ് വെല്ലുവിളിക്കുന്ന ആളുകളുമുണ്ട്. ബഹ്റിനിൽ കഴിയുന്നവരുണ്ട്. ബഹ്റിൻ നമ്പർ ഉപയോഗിച്ച് ഒരുപക്ഷെ പുറത്തിരിക്കുന്നവരാണോ അറിയില്ല. മറ്റു പല നമ്പറുകളും വരുന്നത് പുറത്തുനിന്നാണ്. വാട്സപ്പ് കോളുകളും മറ്റും വരുന്നത് പുറത്തുനിന്നാണ്. അല്ലെങ്കിൽ നമുക്ക് നേരെ നമ്പർ കാണാൻ പറ്റാത്ത വിധത്തിലുള്ള കോളുകളും, കാണുന്ന നമ്പർ വളരെ വ്യക്തമായി കാണുന്ന വിധത്തിലുള്ള കോളുകളും ഒക്കെ വരികയാണ്. ഓൺലൈൻ കോളുകളും മറ്റുമായിട്ട് ഇങ്ങനെ ചൂഷണങ്ങൾക്കും തട്ടിപ്പുകൾക്കും വിധേയമായി പോയിക്കൊണ്ടിരിക്കുമ്പോൾ OTP, വെരിഫിക്കേഷൻ കോഡ് ഇതൊന്നും കൊടുക്കാതിരിക്കുക, മനസ്സിനെ പറഞ്ഞ് പഠിപ്പിക്കുക. ഏതു സാഹചര്യത്തിലും ആര് വന്നാലും OTP അടക്കമുള്ള കാര്യങ്ങൾ കൊടുക്കരുത്. അതുപോലെ 992 എന്ന നമ്പറിൽ സംശയമുണ്ടെങ്കിൽ വിളിച്ചു പറയാൻ വേണ്ടിയുള്ള സർക്കാരിൻ്റെ നമ്പറാണ്. പോലീസ് ഇൻവെസ്റ്റിഗേഷൻ ടീമാണ്. 992 അതിൽ വിളിക്കണം. സൈബർ സെല്ലിൽ പരാതി കൊടുക്കണം. അതിൽ പരാതി കൊടുക്കുമ്പോൾ ഇമെയിലിൽ എല്ലാ ഡീറ്റെയിൽസും വെച്ച് അനുഭവങ്ങളെല്ലാം എഴുതിയിട്ട് വേണം കൊടുക്കേണ്ടത്. അതുപോലെ മറ്റൊരു കാര്യം പറഞ്ഞേക്കുന്നത്, സെയിൻ ഫോണിൽ നിന്നാണ് എന്ന് പറഞ്ഞ് വിളിക്കുന്നു. ഇതാ നിങ്ങളുടെ ഒരു OTP അയക്കുന്നു, നിങ്ങളുടെ ഫോണിന് എന്തോ കുഴപ്പമുണ്ടല്ലോ, നിങ്ങൾ എടുത്തിരിക്കുന്ന സ്കീം ശരിയല്ലോ, ആ സ്കീം കാലാവധി കഴിഞ്ഞല്ലോ, അതുകൊണ്ട് വെരിഫിക്കേഷൻ കോഡ് വരുമ്പോൾ പുതുക്കിത്തരാം, ഫോൺ കിട്ടുന്നില്ലല്ലോ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് കിട്ടുന്നുണ്ടല്ലോ എന്ന് പറയാൻ തോന്നുന്നതിന് മുമ്പ് തന്നെ വശീകരിച്ചുകൊണ്ട് നല്ല സംഭാഷണം നടത്തിയിട്ടവർ ഒരു വെരിഫിക്കേഷൻ കോഡ് അയച്ചു തരികയും അതോടുകൂടി അതിൽ അനുഭവസ്ഥനായ ഒരു മലയാളി, നമ്മുടെ സ്ഥിരം പ്രേക്ഷകൻ, എന്നിട്ടും ഇതൊന്നും കണ്ടും കെട്ടും മനസ്സിലാക്കാത്ത പ്രേക്ഷക ഇങ്ങനെ പോയി കുടുങ്ങിയല്ലോ. അദ്ദേഹത്തിന്റെ പേര് പറയുന്നില്ല. അദ്ദേഹത്തിന്റെ കയ്യിലുണ്ടായിരുന്ന 4.5 ദിനാർ അതിൽ നിന്ന് വലിച്ചൂറ്റിയെടുത്തു. അത് കഴിഞ്ഞ് സ്കീം മാറ്റിത്തരാം, വേറൊരു സ്കീം നിങ്ങൾ അപ്ലൈ ചെയ്യൂ എന്ന് പറഞ്ഞ് പിന്നെ ഉണ്ടായിരുന്ന 22 ദിനാറും കൊണ്ടുപോയി. ഇങ്ങനെ ഫോണിൽ നിന്ന്, പോസ്റ്റ് പെയ്ഡ് നമ്പറിൽ നിന്ന് കൊണ്ടുപോകുന്ന അങ്ങനെയുള്ളവർ അതാത് ഓഫീസുകളിൽ പോയിട്ട് ആ സ്കീമെല്ലാം തൽക്കാലം
ഡീആക്ടിവേറ്റ് ചെയ്യൂ. അതെല്ലാം ക്യാൻസൽ ചെയ്തിട്ട് പിന്നെ പുതിയ സ്കീമിലേക്ക് പോകണം. അല്ലെങ്കിൽ അടുത്ത മാസവും ഈ തട്ടിപ്പുകാർ എടുത്തുകൊണ്ട് പോകും. മറ്റൊരു തട്ടിപ്പ് അത് ലോകത്തെല്ലായിടും നടക്കുന്നതാണ്. ഫേസ്ബുക്കിലോ ഏതെങ്കിലും സോഷ്യൽ മീഡിയയിലോ വന്നിട്ട് ഇൻസ്റ്റഗ്രാമിലോ ഒക്കെ വന്നിട്ട് ചോദിക്കും, നിങ്ങൾക്ക് രഹസ്യമായി എല്ലാം റെക്കോർഡ് ചെയ്യാൻ പറ്റിയ ക്യാമറ അയച്ചു തരാം. 7 ബഹ്റിൻ ദിനാറേ ഉള്ളൂ, ഫ്രീ ഡെലിവറിയാണ്, ഇപ്പോൾ ബഹ്റിനിൽ എവിടെയും തരാം. സ്വാഭാവികമായും സ്മാർട്ട് ആപ്പ് എന്നൊക്കെ പറഞ്ഞുള്ള അത് കാണുമ്പോൾ, സ്മാർട്ട് പർച്ചേസ് എന്നൊക്കെ കാണുമ്പോൾ നമ്മളങ്ങ് കൊടുത്തു പോകും കാശ്. പക്ഷെ വരുന്ന സാധനം വേറെ എന്തെങ്കിലും ആയിരിക്കും, കല്ലും മണ്ണും ചേർന്ന പാക്കറ്റോ എന്തെങ്കിലും ആയിരിക്കും. അഥവാ ക്യാമറയുടെ രൂപത്തിലുണ്ടെങ്കിലും അത് വർക്ക് ചെയ്യില്ല എന്ന കാര്യം ഉറപ്പിച്ചോളൂ. അങ്ങനെ തട്ടിപ്പടത്തുന്ന വേറൊരു സംഘമുണ്ട്. അതിലേക്കൊരു പേജിലേക്ക് പോയി ഒരു കമൻ്റ് ഇടാമെന്ന് വെച്ചാൽ നിങ്ങളെ ബ്ലോക്ക് ചെയ്യും. ഇതൊക്കെ ഓർഗനൈസ്ഡ് ആയിട്ടുള്ള തട്ടിപ്പിൻ്റെ പുതിയ വശങ്ങളാണ്. ഒരിടത്തിരുന്നിട്ട് ഒരു 100 പേരെ വിന്യസിച്ചിട്ട് ജോലി ചെയ്യിപ്പിച്ച് അതിൽ ചിലപ്പോൾ ഒരു 10 പേർ കുടുങ്ങിപ്പോകും. 10 പേർക്ക് മാത്രമേ കൊടുക്കാൻ പറ്റുള്ളൂ എന്നുള്ളൊരു റേഷ്യോ, അനുപാതം വെച്ചിട്ട് പ്രവർത്തിക്കുന്നവരാണ് എന്ന് മനസ്സിലാക്കണം. അത്തരം തട്ടിപ്പുകൾ കുടുങ്ങാതിരിക്കുക. നമുക്ക് വലിയ ആദായം കൊണ്ടുവരുന്ന വിളികളൊന്നും ഒരു ഭാഗത്തൊന്നും വരില്ല എന്ന് തിരിച്ചറിയുക. ബാങ്ക് ഒരിക്കലും OTP ചോദിക്കില്ല, വെരിഫിക്കേഷൻ കോഡ് തിരിച്ചു ചോദിക്കില്ല, CCV കോഡ് ചോദിക്കില്ല. ഇന്നലെ രാത്രി വൈകി ഒരു മരണം കൂടി സംഭവിച്ചു. 317 മൊത്തം മരണസംഖ്യ ബഹ്റിനിൽ. ഇപ്പോൾ 3008 ആളുകൾ ആക്റ്റീവായി കഴിയുന്നുണ്ട്. അതിൽ 20 പേർ ക്രിട്ടിക്കലാണ്. എല്ലാം കുറഞ്ഞു വരികയാണ്. 257 പുതിയ രോഗബാധ. 88 പേർ പ്രവാസികളാണ്. 276 പേർ രോഗമോചനം നേടിപ്പോയിട്ടുണ്ട്. 17 ലക്ഷത്തിലധികം ടെസ്റ്റുകൾ നടത്തിയ രാജ്യം ബഹ്റൈൻ. സമസ്ത ബഹ്റൈൻ ഇന്ന് നബിദിനം പ്രമാണിച്ച് മൗലൂദ് പാരായണവും അന്നദാനവും സംഘടിപ്പിച്ചു. നാളെയും ഉണ്ടായിരിക്കും. അത് ഫേസ്ബുക്കിലൂടെ എല്ലാവർക്കും എല്ലായിടത്തു നിന്നും കാണാൻ പറ്റുന്ന സംവിധാനം ഒരുക്കിയിട്ടുണ്ട്. KMCC ഹമദ് ടൗണിൽ 1000 പേർക്കാണെന്ന് ഭക്ഷണം വിളമ്പിയത്. നബിദിനത്തിന്റെ അന്നദാന പ്രാധാന്യം മനസ്സിലാക്കിക്കൊണ്ടാണ് KMCC അക്കാര്യം ചെയ്തത്. ഒക്ടോബർ 31 ഇന്ദിരാഗാന്ധി രക്തസാക്ഷിത്വം വഹിച്ചതിന്റെ ഓർമ്മ. അതിനു മുമ്പ് നാളെ വെള്ളിയാഴ്ച ആയതുകൊണ്ട് ഒക്ടോബർ 30 KPCC വർക്കിംഗ് പ്രസിഡന്റ് K സുധാകരൻ MP ഉദ്ഘാടനം ചെയ്തുകൊണ്ടുള്ള OICCയുടെ പരിപാടി, അതിനു മുമ്പ് രക്തദാനം ഒക്കെ നടക്കുകയാണ്. നാളെ സൽമാനിയ മെഡിക്കൽ കോംപ്ലക്സിൽ രക്തദാനം രാവിലെ തന്നെ ആരംഭിക്കുമെന്നും അറിയിച്ചിട്ടുണ്ട് OICCയുടെ ഭാഗത്തു നിന്ന്. പക്ഷാഘാതം തടയാൻ വേണ്ടി ബഹ്റിനിൽ സമഗ്ര നടപടികൾ കൊണ്ടുവരുന്ന പുതിയ മെഡിക്കൽ കാര്യങ്ങൾക്ക് പ്രാധാന്യം വരുന്ന രൂപത്തിൽ സംവിധാനങ്ങൾ ഒരുക്കുന്നു എന്ന് അറിയിപ്പ് വന്നിട്ടുണ്ട്. തട്ടിപ്പ് നടത്താൻ ശ്രമിച്ച ഫ്യൂച്ചർ ബാങ്കിന്റെ പ്രതിനിധികൾക്ക് 5 വർഷം വരെ ശിക്ഷ കോടതി വിധിച്ചിരിക്കുകയാണ്. നേപ്പാളിലെ 5000 മീറ്റർ പൊക്കമുള്ള റോയൽ ബഹ്റൈൻ പീക്ക് ഇനി മുതൽ അറിയപ്പെടുക ഹിസ് മജസ്റ്റി കിങ് ഹമദ് പീക്ക് എന്നായിരിക്കും. ബഹ്റിന്റെ കയ്യൊപ്പ് അങ്ങ് നേപ്പാളിൽ അവിടെയും കിട്ടി എന്നുള്ള അർത്ഥത്തിൽ ചാരിതാർത്ഥ്യമുണ്ട് ബഹ്റൈന്. 2 കുഞ്ഞുങ്ങൾ ജനിച്ച ഉടനെ തന്നെ അവർ മരിച്ചുപോയി എന്ന് പറഞ്ഞുകൊണ്ട് അടക്കാൻ പോകുമ്പോൾ കണ്ണു തുറന്നതും കരഞ്ഞതും, അവരെ വീണ്ടും ആശുപത്രിയിൽ കൊണ്ടെത്തിച്ചപ്പോൾ ആ കുട്ടികൾ വൈകിപ്പോയിരുന്നു, മരിച്ചുപോയി എന്ന വാർത്ത വന്നതും ആ പിതാവ് പൊട്ടി കരഞ്ഞതുമായ സന്ദർഭം നമ്മൾ അറിഞ്ഞു. അങ്ങനെയുള്ള ഡോക്ടർമാർ, ഇടപെട്ട ഡോക്ടർമാർ അവിടെ നിന്ന് പോകാതിരിക്കാൻ, നാട്ടിലേക്കൊന്നും പോകാതിരിക്കാൻ വേണ്ടി അവരുടെ യാത്രാ നിരോധനം കൊണ്ടുവന്നിട്ടുണ്ട് എന്ന് ബഹ്റൈൻ അറിയിച്ചിട്ടുണ്ട്. ഈ സോഷ്യൽ വെൽഫെയർ പേയ്മെൻറ്റുകളുടെ പല സംവിധാനവും ഉണ്ടല്ലോ, അതിൻ്റെയൊക്കെ ചില ആളുകൾക്ക് അബദ്ധത്തിൽ മാറി കിട്ടിയിട്ടുണ്ട്. MPമാരുണ്ട്, മുനിസിപ്പൽ കൗൺസിലർമാരുണ്ട്, അവരിൽ നിന്നൊക്കെ തിരിച്ചു പിടിക്കുമെന്നാണ് ഗവൺമെൻറ് പറയുന്നത്. ഫ്രാൻസിലെ നൈസ് കൊലപാതകത്തെ 3 പേർ വധിക്കപ്പെട്ടതിനെ ബഹ്റൈൻ ശക്തമായി അപലപിച്ചു. ഒരു ടുണീഷ്യൻ 21കാരൻ പ്രവാസിയാണ് ഫ്രാൻസിൽ ഇങ്ങനെയൊരു തീവ്രവാദ പ്രവർത്തനം നടത്തിയത് എന്നാണ് റിപ്പോർട്ട് പറയുന്നത്. ബഹ്റിനിലെ ലുലു ഹൈപ്പർ മാർക്കറ്റിൽ ഹാഫ് പേ ബാക്ക് ഓഫർ നാളെ മാത്രം ഒരു ദിവസത്തേക്ക് വേണ്ടി പെട്ടെന്ന് തിരിച്ചു വരുന്നു. ഒക്ടോബർ 30. വസ്ത്രങ്ങൾക്കും പാദരക്ഷകൾക്കും ഇത് ബാധകം. അതുപോലെ സൺഗ്ലാസിന് 50% നാളത്തേക്ക് പ്രത്യേക ഡിസ്കൗണ്ട് കൊടുക്കുന്നുണ്ട്. ലാപ്ടോപ്പ്, ഗൃഹോപകരണങ്ങൾ, അങ്ങനെയുള്ളതിനെല്ലാറ്റിനും സ്പെഷ്യൽ ഓഫറുകൾ നടന്നുകൊണ്ടിരിക്കുന്നു. ഗ്രോസറി ഐറ്റംസിനും എങ്ങും കിട്ടാത്ത വിലക്കുറവുണ്ട്. 5 ദിനാർ മുടക്കി സാധനങ്ങൾ വാങ്ങുന്നവർക്കെല്ലാം ഈ റാഫിൽ പങ്കെടുക്കാം. അങ്ങനെയാണെങ്കിൽ നിരവധി ഗിഫ്റ്റ് വൗച്ചറുകൾ കിട്ടുന്നുണ്ട്. നവംബർ 24 വരെ ഈ പ്രൊമോഷൻ ഉണ്ടായിരിക്കും എന്ന കാര്യവും ലുലു അറിയിച്ചിട്ടുണ്ട്. SBA ഹോളിഡേസിന്റെ വിജയി ഇന്നലെ 10 ദിനാർ കൊടുക്കുമെന്ന് പറഞ്ഞല്ലോ. ഷംന നൌഷാദ് വിജയിയായി പ്രഖ്യാപിക്കപ്പെട്ടു. ഷംന, അഭിനന്ദനങ്ങൾ. ഞങ്ങളുടെ കയ്യിൽ നമ്പറില്ല. ഇൻബോക്സിൽ വന്ന് എഡിറ്റർ ഷാഫിയുമായി അർജന്റായിട്ട് കോൺടാക്ട് ചെയ്യണം. എന്നിട്ട് സമ്മാനം 10 ബഹ്റിൻ ദിനാർ കരസ്ഥമാക്കണം. SBA ഹോളിഡേസിന്റെ സൗദി മൾട്ടിപ്പിൾ എൻട്രി വിസ പാക്കേജ് ഒരുപാട് പേർക്ക് ഗുണം കിട്ടുന്ന വിധത്തിലായി മാറിയിട്ടുണ്ട്. നിരവധി പേർക്ക് എടുത്തു കൊടുത്തു കഴിഞ്ഞു. ആവശ്യമുള്ളവർക്ക് SBAയുടെ നമ്പർ ഇതിനകത്തുണ്ടാകും. അതിൽ വിളിച്ചിട്ട് വിസ വേണമെങ്കിൽ ആ കാര്യം പറയാനുള്ള സൗകര്യം കൂടി ഒരുക്കിയിരിക്കുകയാണ്.
കേരളത്തിൻ്റെ കാര്യം പറഞ്ഞാൽ നവംബർ 11 ശേഷം തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ അഡ്മിനിസ്ട്രേറ്റർ ഭരണമായിരിക്കും, ഉദ്യോഗസ്ഥ ഭരണം പിരിച്ചുവിടുന്നതിന് തുല്യം. ഡിസംബർ 31 മുമ്പ് തെരഞ്ഞെടുപ്പിന്റെ പ്രക്രിയ പൂർത്തിയാക്കും എന്നാണ് അറിയിച്ചിട്ടുള്ളത്. 7020 കേസുകളും 26 മരണവും ഇന്ന് കേരളത്തിൽ പ്രകടമായി. ഇന്നലെയാണ് ഇതുവരെയുള്ള രോഗബാധയുടെ ചരിത്രത്തിലെ ഏറ്റവും കൂടിയ രോഗബാധ അന്താരാഷ്ട്ര തലത്തിലെത്തിയിരിക്കുന്നത്. 5,07,500-ൽ പരം 7,000-ൽ പരം മരണവും സംഭവിച്ചു. 7,104 മരണം സംഭവിച്ചു. 45 മില്യൺ കടന്ന ദിവസമാണ് ഈ ഒക്ടോബർ 29. അതായത് 4.5 കോടിയിലധികം ആളുകൾ രോഗബാധിതരായി ഭൂമിയിൽ ഇതുവരെ ഉണ്ടായി എന്ന കാര്യം അറിയണം. 80,000-ത്തിലധികം ആളുകൾക്കാണ് ഇപ്പോൾ ഏറ്റവും ഗുരുതരാവസ്ഥയിൽ രോഗമുള്ളത്. സൗദിയിൽ ഇന്ന് 15 പേർ മരിച്ചു, UAE-യിൽ 3 പേർ, ഒമാന്റെ കണക്കൊന്നും വന്നിട്ടില്ല. ബഹ്റിൽ പറഞ്ഞല്ലോ, ഇന്നലെ രാത്രി വൈകി ഒരാൾ മരിച്ചു, ഇന്ന് പകൽ മരണമൊന്നും റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ല. ഖത്തറിൽ ഒരാൾ മരിച്ചു, കുവൈറ്റിൽ 4 പേർ മരിച്ചു എന്നിങ്ങനെയാണ് കണക്കുകൾ വന്നിരിക്കുന്നത്. ബഹ്റിൻ വാർത്തയുടെ നൈറ്റ് അപ്ഡേറ്റ്സ് സമാപിക്കുന്നു. നന്ദി, നമസ്കാരം.